ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് മൂകാംബിക വ്ളോഗാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ച് ഇതൊരു ലോങ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾക്ക് രാത്രി 12:10 കാലിക്കറ്റിൽ നിന്നായിരുന്നു കേട്ടോ ട്രെയിന്. രാവിലെ ഒരു 7 മണിയാകുമ്പം ബൈന്ദൂർ എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈമിങ്. പക്ഷേ 1 മണിക്കൂർ അവർ പിടിച്ചിട്ടുകൊണ്ട് നമുക്ക് 8:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ബൈന്ദൂർ എത്തിയത്. പിന്നെ ട്രെയിനിന് തന്നെ ഞങ്ങളൊരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കൊല്ലൂരേക്ക് ടാക്സി കിട്ടും. പക്ഷേ നല്ല റേറ്റാണ്, കത്തി റേറ്റ്. കാരണം 900, 1000, 1500 രൂപയൊക്കെയാണ്. പക്ഷേ അവിടുന്ന് തൊട്ടടുത്ത് ഒരു ഓട്ടോ പിടിച്ച് 50 രൂപയേ ഉള്ളൂ. ബസ് കിട്ടുന്ന സ്ഥലത്താക്കാൻ പറഞ്ഞാൽ അവർ ഇറക്കി തരും. ബസ്സിന് നമുക്ക് കൊല്ലൂർക്ക് 43 രൂപയേ ഉള്ളൂ കേട്ടോ ഒരാൾക്ക്. അപ്പം നല്ല റേറ്റ് കുറവാണ്. ഇങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ ബസ്സും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ അവിടെ എത്തി നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു നന്ദനം റെസിഡൻസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബിൾ റൂമാണ്. 1700 രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു രാത്രിത്തേക്കായത്. അപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ അവിടുന്ന് നടന്നാണ് പോയത്. കാരണം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ബസ് സ്റ്റാൻഡ് കാണാം. പിന്നെ റൂമും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. റൂമിലെത്തി ഞങ്ങൾ ആദ്യം തന്നെ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം മോൻ അരിയിൽ എഴുതേണ്ട സമയം രാവിലെ 7 മണി തൊട്ടിട്ട് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അപ്പം അതിനുള്ളിൽ എഴുതി തീർക്കണം. അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന ദിവസം. പിന്നെ ആദ്യം തന്നെ ചായ കുടിച്ചു. കാരണം രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് പൂവിൻ്റെ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊഴാൻ വേണ്ടി ഞങ്ങൾ ആദ്യം പോയില്ല, കാരണം വലിയ ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് പോയി മോനെ അരിയിൽ എഴുതിച്ച് പിന്നെ കുറച്ചധികം നേരം ക്യൂ നിന്നിട്ടാണ് തൊഴുതിറങ്ങിയത് കേട്ടോ. പിന്നെ പുറത്ത് വന്ന് ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അമ്മ അതേ ഒരു സഞ്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്. പക്ഷേ കുട്ടികളെ ടോയ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മളെ നാട്ടിൽ 50 രൂപ 60 രൂപയ്ക്ക് ഉള്ളത് അവിടെ 200, 300 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ്. ഞങ്ങൾ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ നേരെ പോയത് അവിടെ അന്നദാനം കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വയറ് നിറയുന്ന രീതിയിൽ ഫുഡൊക്കെ ഉണ്ട്. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ട് ഒന്നുകൂടി ഷോപ്പിംഗ് ചെയ്തു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ നേരെ റൂമിലെത്തി ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ സൗപർണിക കാണാൻ വേണ്ടി ഇറങ്ങി. ശരിക്കും സൗപർണികയിൽ ചെന്ന് അവിടുത്തെ വിഘ്നേശ്വരനെ തൊഴുതിട്ടാണ് നമ്മൾ മൂകാംബികാമ്മേനെ കാണാൻ പോകേണ്ടത്. പക്ഷേ നമ്മൾ നേരെ മൂകാംബികാമ്മേനെ കാണാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പം ചെറുതായിട്ടൊരു മഴ, ഞങ്ങൾ ചെന്ന സമയത്ത് ഫുള്ള് മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ മഴ പെയ്യും, ഒരു 5 മിനിറ്റിനുള്ളിൽ നിൽക്കും, പിന്നെ ഒരു ചെറിയ വെയിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ കാലാവസ്ഥ. നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു റോഡിന് തന്നെയാണ് കേട്ടോ സൗപർണികയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കണ്ടു. പിന്നെ അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, അവർ ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ മാസം ഇവിടെ ഒരു വെള്ളത്തിലിറങ്ങിയിട്ട് മരിച്ചു പോകുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരിവിടെ ക്ലോസ് ചെയ്തിട്ടാണ്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ വിഘ്നേശ്വരൻ്റെ അമ്പലം. ഇവിടെ തൊഴുതിട്ടാണ് ശരിക്കും നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. നൂഡിൽസും ഫ്രൈഡ് റൈസും അമ്മ പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിനും കൂടി ഇറങ്ങി കേട്ടോ. കാരണം നമുക്കൊരു പൂജാ റൂം സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മോന് ഫുഡൊക്കെ കൊടുത്ത് അവനെ മേലൊക്കെ കഴുകി, ഞങ്ങളെല്ലാവരും മേലൊക്കെ കഴുകി വേഗം കയറി കിടന്നു കേട്ടോ. കാരണം രാവിലെ 4 മണിക്ക് എണീക്കണം ഞങ്ങൾക്ക്. അപ്പോൾ രാവിലെ 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എണീച്ച് രാവിലെ തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. അതിനു മുമ്പ് മൂകാംബിക അമ്മേനെ ഒന്നുകൂടി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ആകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. എന്തായാലും രാവിലെ പോയത് എന്തായാലും നന്നായി. കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. കാരണം തലേ ദിവസം ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് കേട്ടോ തൊഴുതത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊഴുതിറങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. മസാല ദോശയും പൂരിയും പ്ലെയിൻ ദോശയൊക്കെ ആയിരുന്നു കഴിച്ചത്. അതൊക്കെ കഴിച്ച് നേരെ റൂമിലെത്തി റൂം ചെക്ക് ഔട്ട് ചെയ്തു കേട്ടോ. കാരണം രാവിലെ ഒരു 7 മണി 7:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് അവിടുന്ന് ബസ് കയറി മംഗലാപുരത്ത് ചെല്ലണം. കാരണം ഞങ്ങൾക്ക് ഇന്നത്തെ ട്രെയിൻ ഡയറക്റ്റ് ട്രെയിനല്ല, മംഗലാപുരത്ത് നിന്നാണ് കേട്ടോ ട്രെയിന്. ഞങ്ങളത് സാധനങ്ങളൊക്കെ എടുത്ത് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് ബസ് കയറി കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂർ ഉണ്ടായിരുന്നു മംഗലാപുരത്തേക്ക്. ഇരുന്നിട്ട്
പുറമൊക്കെ അങ്ങോട്ട് വേദനയായി, നമ്മൾ അടപ്പടൽ ഊരിപ്പോവും ശരിക്കും ഇത്രയും നേരം ഇരുന്നാൽ. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ടൊരു ഷോപ്പ് കയറി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ട്രെയിൻ ഇതാണ് കേട്ടോ. ഇത് ഇവിടുന്ന് എടുക്കുന്ന ട്രെയിനാണ്, മംഗലാപുരത്തുനിന്ന് ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങാനൊക്കെ വേണ്ടി കയറി കിടന്നു കേട്ടോ. ഏട്ടൻ അപ്പർ ബർത്തിൻ്റെ മുകളിൽ കയറി കിടന്നു, പിന്നെ അമ്മയും ഒരു സൈഡിൽ കിടന്നു, പിന്നെ മോനും കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഞാനൊരു ബുക്കൊക്കെ വായിച്ചു. പിന്നെ ഞങ്ങളൊരു 5-5:30 ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗ് ആയിട്ട് വരാം. ഓക്കെ, ബായ്.